ഹായ്, മലയാളി ഫ്രം ഇന്ത്യ. ഞാൻ ഈ ഫിലിമിൽ കണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലിം ഒരു റോളർ കോസ്റ്റർ പോലെ കേട്ടോ. അങ്ങനെ ഞാൻ പറയാൻ കാരണം ഇത് ആദ്യം നമുക്ക് കുറച്ചൊക്കെ നല്ലൊരു ഫണ്ണി ആയിട്ട് തുടങ്ങുമ്പോൾ കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും ഒരു അല്പം കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഫണ്ണി ആയിട്ടും ധ്യാൻ്റെയും നമ്മുടെ നിവിൻ പോളിയുടെയൊക്കെ ഒരു കോമ്പിനേഷൻ നല്ല ഒരു ഫണ്ണി ആയിട്ടൊക്കെ നമുക്ക് തോന്നും. ചില സമയത്ത് ഇത് ഭയങ്കരമായിട്ട് താഴത്തേക്ക് വരും അതിൻ്റെ ഒരു ഗ്രാഫ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് സത്യം പറഞ്ഞാൽ ബോറടിക്കുന്ന നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇതിന് ഫസ്റ്റ് ഹാഫ് നിവിനും ധ്യാനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻസാണ് കൂടുതലും. സെക്കൻഡ് ഹാഫിൽ നിവിനും ഒരു പാകിസ്ഥാനിയായിട്ട് അഭിനയിക്കുന്ന ഒരു ആറടി പൊക്കളൊരു മനുഷ്യനുണ്ട്. ആ ഒരു കോമ്പിനേഷനാണ് കൂടുതലും വരുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കണക്ക് നിവിനും ധ്യാനും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ട്. ആ ഒരു കോമ്പിനേഷനിൽ ഇവർ കോമഡി ഇടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് അത് അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയേണ്ട ഒരു കൊച്ചു പയ്യനുണ്ട് കേട്ടോ. ജി കേരളയിൽ ഡ്രാമ ജൂനിയറിൽ വന്നിട്ടുള്ള ഒരു ആര്യദത്തൻ എന്ന് പറഞ്ഞൊരു കൊച്ചു പയ്യനുണ്ട്, നല്ല മിടുക്ക്. അവൻ്റെ ഒരു പെർഫോമൻസ് അത് എടുത്തതിൽ പറഞ്ഞേ പറ്റൂ. സൂപ്പർ. പിന്നെ സ്റ്റോറി എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ക്ലീഷേ സ്റ്റോറി തന്നെയാണ്. പിന്നെ ഇതിൽ ചില കോമഡി സീൻസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് വലിക്കാതെ വരുമ്പോൾ നമുക്കൊരു ക്രിഞ്ച് ഫീലിംഗ് നമുക്ക് തന്നെ എന്തോ വേണ്ടായിരുന്നു എന്നൊരു ഫീലിംഗ് വരും. പിന്നെ ഇതിൽ നല്ല കോമഡി സീൻസ് ഇല്ലാതില്ല കേട്ടോ. അതിൽ ഷൈൻ ടോം ചാക്കോയുടെ ഒരു സീനുണ്ട്, അത് നമ്മൾ ശരിക്കും നമുക്ക് അടിപൊളി എന്ന് നമുക്കിങ്ങനെ തോന്നും. അതേപോലെ തന്നെ മഞ്ജു പിള്ളയുടെ പെർഫോമൻസ് അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. നല്ല നാച്ചുറലായിട്ട് നമ്മുടെയൊക്കെ അമ്മമാരെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു വളരെ നാച്ചുറാലിറ്റിയിൽ മഞ്ജു പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തപ്പൻ്റെ 1-2 സീൻസ് ഉണ്ട്, നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ആസ് എ മലയാളി നമുക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് വരും. നമ്മുടെ നാട് ഇങ്ങനെയൊക്കെയാണ്, നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ആണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ആ ഒരു ഫീലിംഗ് നന്നായിട്ട് അതിൽ കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫിലിമിൽ ഒരു ആവറേജ് മലയാളിയുടെ കഥയും അതേപോലെ തന്നെ കഥയില്ലായ്മയാണ് പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫിലിമാണ് കേട്ടോ. കുറച്ച് ഇടയ്ക്ക് നല്ല തമാശകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ലാഗ് വരുന്നുണ്ട്, കുറച്ച് ഡ്രാഗിങ് ആണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് അപ്പോഴൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ബോറടിക്കാനായിട്ട് തോന്നും. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ വരും. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആടുജീവിതമാണോ എന്നൊരു സംശയം വരും. ഈ ഫിലിമിൻ്റെ ഡയറക്ടർ ഡിജോ ജോസ് ആൻ്റണിയാണ്. അദ്ദേഹം ഇതിനകത്ത് ഒരു ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു ഫിലിമിൻ്റെ സിനിമാറ്റോഗ്രാഫി എക്സലൻ്റ് എന്ന് തന്നെ പറയണം. അപ്പോൾ ഞാനിത് തപ്പിയെടുത്ത് ആരാണ് ചെയ്തിരിക്കുന്നത്, സുദീപ് ഇളമൻ എന്ന് പറയുന്ന ഒരാളാണ്. അത് വളരെ നന്നായിട്ട് അതിൻ്റെ വിഷ്വൽസും അതേപോലെ തന്നെ ഡ്രോൺ ഷോട്ട്സ്, ഏരിയൽ ഷോട്ട്സൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അത് എടുത്തിട്ടുണ്ട്. ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ലോ നമുക്കൊരു കോക്ടെയിലിൻ്റെ ഒരു ഫീൽ കിട്ടും. കോവിഡ് അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ പണ്ട് പാകിസ്ഥാൻ ജയിച്ചപ്പോൾ ഇവിടെ എവിടെയോ പടക്കം പൊട്ടിച്ചു എന്നൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഐസിസ്, ടെററിസം, പിന്നെ നമ്മുടെ പൊളിറ്റിക്സ്, ലോക്കൽ പൊളിറ്റീഷ്യൻസിൻ്റെ ആ ഒരു ഇത്, പിന്നെ ആടുജീവിതം, പിന്നെ മലാല യൂസഫ്, അങ്ങനെ നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സ്, ഒരു കോക്ടെയിൽ എന്ന് നമുക്ക് പറയാം. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിവിനാണെങ്കിലും ധ്യാനാണെങ്കിലും പിന്നെ നമ്മുടെ പാകിസ്ഥാനി എടുത്ത് പറയേണ്ട കേട്ടോ. ഒരു 6 അടി പൊക്കമുള്ള തനി പാകിസ്ഥാനി പുള്ളിയാണെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ പാകിസ്ഥാനിയുടെ ഒരു മകളായിട്ട് വരുന്നൊരു കൊച്ചു പെൺകുട്ടിയുണ്ട്. അതിൽ ലാസ്റ്റ് ഇങ്ങനെ ബൈജാൻ എന്ന് വിളിക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഇമോഷണലി നമ്മളെ നന്നായിട്ട് ടച്ച് ചെയ്യുന്ന, നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന സീൻസ്, വളരെ അപൂർവം ഇങ്ങനത്തെ ചില സീൻസൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ കോമഡി ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നല്ല ചില എന്താ പറയുക, വളരെ നാച്ചുറൽ ആയിട്ടുള്ള കോമഡിയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ. ഈ ഫിലിം ഒരു കണ്ടിരിക്കാൻ നല്ലൊരു എൻ്റർടൈനറാണ്, ഇങ്ങനെ കണ്ട് കളയാം. അതായത് പക്ഷേ നമുക്ക് നമ്മളെ അങ്ങോട്ട് ഇമോഷണലി അറ്റാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വല്ലാതെ ഇൻവോൾവ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു ഫിലിമല്ല. അത്ര ഞാൻ പറഞ്ഞു. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ വോണ്ടർ ചെയ്തങ്ങ് പോകും. അതായത് ഈ ഫിലിമിലേക്ക് നമ്മളെ അങ്ങനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ അവർക്ക് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ഒരു ഹീറോയിൻ അനശ്വര രാജനായിട്ടാണ് വരുന്നത്. പക്ഷേ അതിൽ 1-2 സീൻസേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു ഒട്ടും റെലവൻസ് ഇല്ലാത്തൊരു റോളാണ് ഹീറോയിന് കൊടുത്തിരിക്കുന്നത്. അതിലൊരു സോങ് സീക്വൻസ് ഉണ്ട്, അത് പാലേ തേനെ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമുക്ക് വന്ദനം ഓർമ്മ വരും. ആ ഒരു ഫീൽ കിട്ടുന്ന ഒരു പാട്ടാണ്. അത് നല്ല രസമുണ്ട്. അതിൻ്റെ ആ ഒരു സീക്വൻസ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നു, ആ വിഷ്വൽസൊക്കെ നല്ല രസമുണ്ട്. ആടുജീവിതമായിട്ടുള്ളൊരു സിമിലാരിറ്റിയാണ് ഇതിൽ ഏറ്റവും എനിക്കൊരു ഡ്രോബാക്കായിട്ട് ഈ ഫിലിമിൽ എനിക്ക് തോന്നിയത്. കാരണം ധ്യാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു അവസരത്തിൽ നമുക്ക് തോന്നും ഇവൻ ഓടുമ്പോഴത്തേക്ക് നമ്മുടെ അറബി പൂട്ടിയിട്ടിരിക്കുന്ന പൃഥ്വിരാജിനെ എവിടെങ്ങാനും വെച്ച് മീറ്റ് ചെയ്യും. കാരണം അത്രയ്ക്ക് നമുക്കൊരു ആ ഒരു സിറ്റുവേഷനും ആ ഒരു സീക്വൻസൊക്കെ ആയിട്ട് വളരെയധികം സിമിലാരിറ്റി തോന്നിപ്പോകും. മരുഭൂമി കാണിക്കുമ്പോൾ അറിയാലോ, അതേ മണൽ പരപ്പ്, അതേപോലെ തന്നെ അതേ ഷെഡ്, അതേ ട്രക്ക്, അതേ ആടുകൾ, ഇങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ, കാറ്റ്, ഇതെല്ലാം നമുക്ക് സെയിം. അതൊരു വല്ലാത്തൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നി. ഇതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. എൻ്റെ ഒരു ആസ്വാദന നിലവാരം വെച്ചിട്ട് ഞാൻ പറയുന്ന എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പം ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം ആയിരിക്കണം എന്നില്ല തോന്നുന്നത്. എന്ത് വന്നാലും ഇത് ഈ ഒരു ഫിലിം കൊള്ളാമോ എന്ന് ചോദിച്ചാൽ കൊള്ളില്ല എന്ന് പറയേണ്ട ഒരു ഫിലിമല്ല. ഇത് നല്ലൊരു ഫിലിം തന്നെയാണ്, കണ്ടിരിക്കാൻ നല്ലൊരു എൻ്റർടൈനർ തന്നെയാണ്. പിന്നെ ഇത് നമ്മൾ ക്രിട്ടിക്കലായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴാണ് ഇത്രയും കുറ്റങ്ങൾ നമ്മൾ കുറ്റമല്ല, എന്താ പറയുക, ഒരു കുറച്ചുകൂടെ ബെറ്ററാക്കാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് വേണമെങ്കിൽ ഒരു ഡ്യൂറേഷൻ ഒരു 15 മിനിറ്റ്സ് ഒക്കെ കുറയ്ക്കായിരുന്നു. അങ്ങനെ കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്പാക്കി എടുക്കായിരുന്നു നമുക്ക്.